ചക്രവ്യൂഹം. രചന MMG. അവതരണം അപര. ലക്ഷ്മി. കാർത്തികേയൻ കിടക്കയിൽ നിന്ന് പിടഞ്ഞെണീറ്റ് ലക്ഷ്മിയുടെ അരികിലേക്ക് ഓടി. ഓടുന്നതിനിടയിൽ അഴിഞ്ഞു വീഴാൻ പോയ മുണ്ട് ഒരു കൈ കൊണ്ടയാൾ വീഴാതെ മുറുകി പിടിച്ചു. ലക്ഷ്മിയും അഭിമന്യുവും കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കാനാവാതെ നിന്നുപോയി. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കിടപ്പുമുറിയിൽ അച്ഛൻ മറ്റൊരു സ്ത്രീയോടൊപ്പം. ആ ഒരു ചിന്ത തന്നെ അവനെ ക്രുദ്ധനാക്കി. മുന്നിൽ കണ്ട കാഴ്ചയിൽ ലക്ഷ്മിയുടെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ട് പിന്നിലേക്ക് വേച്ചു വീഴാൻ പോയെങ്കിലും അതിനു മുമ്പ് തന്നെ അഭിമന്യുവിൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ അവരെ പൊതിഞ്ഞു പിടിച്ചു. അടുത്തേക്ക് വരാൻ പോയ കാർത്തികേയന് നേരെ വലത് കൈ ഉയർത്തി അഭിമന്യു തടഞ്ഞു. വേണ്ട. അഭിമന്യുവിൻ്റെ ശബ്ദം ആ വീടിനെ തന്നെ പ്രകമ്പനം കൊള്ളിക്കാൻ പാകത്തിന് മൂർച്ചയേറിയിരിക്കുന്നു. ഞാൻ ലക്ഷ്മി. തുടരുത് എൻ്റെ അമ്മയെ നിങ്ങൾ. ലക്ഷ്മിയെ തന്നോട് കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിമന്യു കാർത്തികേയനോട് പറഞ്ഞു. പറച്ചിലിനേക്കാൾ ഉപരി അതൊരലർച്ചയായിരുന്നു. ലക്ഷ്മി അഭിമന്യുവിൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു പിടിച്ചു. അഭിമന്യു അമ്മയെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ ലക്ഷ്മിയുടെ മുറിഞ്ഞ കാൽപാദത്തിലേക്കും തറയിൽ പടർന്ന രക്തത്തിലേക്കും എത്തി നിന്നു. അവൻ കണ്ണുകൾ ഉയർത്തി കാർത്തികേയനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ തീ പാറി. കാർത്തികേയൻ്റെ പിന്നിലായി നിൽക്കുന്ന സ്ത്രീയെ അവൻ വെറുപ്പോടെ നോക്കി. തങ്ങളെ കണ്ട വെപ്രാളത്തിൽ വാരി ചുറ്റിയ സാരി. അവൻ്റെ കണ്ണുകൾ വീണ്ടും ആ സ്ത്രീയിൽ ഉടക്കി നിന്നു. അമ്മയുടെ സാരി, അതും ആ സ്ത്രീയുടെ ശരീരത്തിൽ. അഭിമന്യുവിന് കാർത്തികേയനെ ഒന്ന് നോക്കി. അവൻ്റെ നോട്ടത്തിൽ അയാൾ പറയാൻ വന്നത് പറയാൻ സാധിക്കാതെ വിമ്മിഷ്ടത്തോടെ ലക്ഷ്മിയെയും അഭിമന്യുവിനെയും നോക്കി. അഭിമന്യുവിൻ്റെ ദേഷ്യം അയാൾക്ക് നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് അയാൾ നിശബ്ദനായി. അമ്മേ. അനികയുടെ ശബ്ദം കേട്ട് അഭിമന്യു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അതേ ഞെട്ടൽ എല്ലാവരിലേക്കും പടർന്നു. അനു, നീ പുറത്തേക്ക് പോ. പെട്ടെന്ന് സമചിത്തത വീണ്ടെടുത്ത അഭിമന്യു ഉച്ചത്തിൽ പറഞ്ഞു. കാര്യം മനസ്സിലായില്ലെങ്കിലും ലക്ഷ്മിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണും അഭിമന്യുവിൻ്റെ ദേഷ്യത്തിൽ മുറുകിയ മുഖവും കാർത്തികേയൻ്റെ കുനിഞ്ഞ ശിരസും കൂടെ നിൽക്കുന്ന സ്ത്രീയെയും കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അവൾ പതിയെ മുറിയിൽ നിന്ന് തിരികെ ഇറങ്ങി. ഡി, നീ അമ്മയെ കണ്ടില്ലേ? എന്തോ ചിന്തയിൽ നടന്നു പോകുന്ന അനികയെ അവിനാശ് പിടിച്ചു നിർത്തി. ആ കണ്ടു. അവിനാശിനെ നോക്കാതെ അലസമായി മറുപടി പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈയെടുത്ത് മാറ്റി മുന്നോട്ട് നടന്നു. ഇവൾക്കിത് എന്തു പറ്റി എന്നാലോചിച്ച് അവിനാശ് അവൾ പോയ വഴിയെ തല ചിരിച്ചൊന്ന് നോക്കിയതിനു ശേഷം ലക്ഷ്മിയെ കാണാനായി ലക്ഷ്മിയുടെ മുറിയിലേക്ക് പോയി. മുറിയുടെ അടുത്തേക്ക് എത്തുന്നതിനനുസരിച്ച് അകത്തുനിന്ന് ആരുടെയൊക്കെയോ ഉച്ചത്തിലുള്ള സംസാരങ്ങൾ കേൾക്കുന്നത് അവിനാശ് ശ്രദ്ധിച്ചു. ലക്ഷ്മി, നീ കരുതുന്നത് പോലെയല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അകത്തുനിന്ന് കാർത്തികേയൻ്റെ ശബ്ദം കേട്ട് അവിനാശ് ഒന്ന് നിന്നു. അച്ഛനുണ്ടായിരുന്നോ ഇവിടെ? അവിനാശ് സ്വയം ചോദിച്ചു. നിങ്ങളിനി ഒന്നും പറയണ്ട. അമ്മയില്ലാത്തപ്പോൾ അമ്മയ്ക്ക് പകരം മറ്റൊരു സ്ത്രീയെ വിളിച്ചു കയറ്റി നിങ്ങളെ ഞാൻ... അഭിമന്യുവിൻ്റെ ശബ്ദം അവിനാശിൻ്റെ ചെവിയിലേക്ക് തുളഞ്ഞു കയറി. ചെവി കൊണ്ട് കേട്ടത് വിശ്വസിക്കാൻ തയ്യാറാവാതെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. ലക്ഷ്മിയുടെ കരച്ചിലിൻ്റെ ശബ്ദമേറി. അവിനാശ് കാറ്റുപോലെ മുറിയിലേക്ക് പാഞ്ഞു. അച്ഛാ! അവിനാശിൻ്റെ ശബ്ദത്തിൽ എന്നും ഉണ്ടായിരുന്ന ശാന്തത ഉണ്ടായിരുന്നില്ല. ദേഷ്യം മാത്രമായിരുന്നു അവനിലുണ്ടായിരുന്നത്. അവിനാശിനെ കൂടി അവിടെ കണ്ടതോടെ കാർത്തികേയൻ പൂർണ്ണമായി തകർന്നു. അച്ഛൻ്റെ പ്രിയപുത്രൻ അവിനാശ്. അവനോട് തന്നെ അമർഷം തോന്നിയ നിമിഷമായിരുന്നു അത്. വാനോളം പുകഴ്ത്തിയിരുന്ന അച്ഛനെ ഇങ്ങനെയൊരവസ്ഥയിൽ കണ്ട് മകൻ്റെ വേദന. അച്ഛനെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന മകൻ. അവിനാശിൻ്റെ ഹൃദയം കഠിനമായി മിടിച്ചുകൊണ്ടിരുന്നു. ശരീരം മുഴുവൻ ചുട്ടു പൊള്ളുന്നത് പോലെ തോന്നി. വേദന. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വേദന. നീയെങ്കിലും എനിക്ക് പറയാനുള്ളത് കേൾക്കണം മോനെ. വേണ്ട. ഇനി ഈ വീട്ടിൽ ഒരാൾ പോലും നിങ്ങളെ കേൾക്കില്ല. ഒന്നുകിൽ നിങ്ങൾ ഈ സ്ത്രീയെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ 4 പേരും ഇവിടെ നിന്നിറങ്ങും. എന്തായാലും നിങ്ങൾക്ക് തീരുമാനിക്കാം. കരിങ്കല്ല് പോലെ ഉറച്ച സ്വരമായിരുന്നു അഭിമന്യുവിൻ്റെ. ലക്ഷ്മിയുടെ കൈകൾ അവൻ്റെ കൈത്തണ്ടയിൽ അമർന്നു.
അരുതെന്നൊരു വിലക്ക്, അച്ഛനാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. പക്ഷേ അമ്മയെ ചതിച്ച അച്ഛനെ അവർക്ക് വേണ്ട എന്ന് അഭിമന്യു ഉറപ്പിച്ചിരുന്നു. അച്ഛനിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. മുഖമടച്ചൊരടി കിട്ടിയതുപോലെ കാർത്തികേയൻ വല്ലായ്മയോടെ അവിനാശിനെ നോക്കി. അമ്മ വാ, ഇനി മുതൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അച്ഛനില്ല. വീണ്ടും അവിനാശിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അയാളിൽ ഒരു ഉൾക്കിടിലം സൃഷ്ടിക്കപ്പെട്ടു. ശാന്തമായി മാത്രം കണ്ടിരുന്ന തൻ്റെ മകൻ തനിക്ക് മുന്നിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് കണ്ട് കാർത്തികേയൻ അമ്പരന്നു. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഭർത്താവും? അവിനാശ് പറഞ്ഞു നിർത്തിയത് അഭിമന്യു പൂർത്തിയാക്കി. ലക്ഷ്മിയുടെ നെഞ്ചിൽ പറ്റിക്കിടന്നിരുന്ന താലിയുടെ ചൂട് അവർക്ക് അസഹ്യമായി തോന്നി. ശരീരം ബലമില്ലാതെ തളരുന്നത് ലക്ഷ്മി അറിഞ്ഞു. അഭിമന്യുവിൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന അവരുടെ കൈകൾ അഴിഞ്ഞു താഴേക്ക് വീണു. അഭിമന്യുവും അവിനാശും വേഗം ലക്ഷ്മിയെ താങ്ങിപ്പിടിച്ചു. അവി, നീ അമ്മയെ എൻ്റെ മുറിയിലേക്ക് കിടത്ത്. അവിനാശ് അമ്മയെയും താങ്ങി പിടിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി. തിരിഞ്ഞു നടക്കുന്ന അവിനാശിൻ്റെ കണ്ണിലേക്ക് കണ്ണുനീരുരുണ്ടുകൂടി. അഭിമന്യുവിൻ്റെ മുറിയിലെത്തിയ ഉടനെ അവിനാശ് ലക്ഷ്മിയെ കിടക്കയിലേക്ക് ഇരുത്തി. വേഗം തന്നെ മേശയിലുള്ള ജഗ്ഗിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിച്ച് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ കിടന്നു, ഞാൻ അനുവിനെ ഇങ്ങോട്ട് വിടാം. വേണ്ടവേ, എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ലക്ഷ്മിയുടെ സ്വരം ഇടറി. കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അവിനാശിന് സങ്കടം തോന്നി, അതേസമയം അതിയായ ദേഷ്യവും. അവൻ അമ്മയുടെ തലയിലൊന്ന് മുത്തിക്കൊണ്ട് വേഗം പുറത്തേക്കിറങ്ങി. മുറിയുടെ വാതിൽ പുറത്തുനിന്ന് ചാരുന്നതിനിടയിൽ അവൻ കണ്ടു തലയിണയിലേക്ക് മുഖം അമർത്തി കരയുന്നു തൻ്റെ അമ്മയെ. എത്ര നാളായി ഇതിവിടെ തുടങ്ങിയിട്ട്? അവിനാശ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ അഭിമന്യു അച്ഛനോട് ചോദിക്കുന്നത് കേട്ട് അവനൊരു നിമിഷം ഒന്ന് അറച്ചു. സ്വന്തം പിതാവിനോട് അദ്ദേഹത്തിൻ്റെ തന്നെ അവിഹിതത്തെപ്പറ്റി ചോദിച്ചറിയുന്ന മക്കളുടെ അവസ്ഥ. കാർത്തികേയൻ മറുപടി പറഞ്ഞില്ല. ഉള്ളുകൊണ്ട് അയാൾ മറുപടി പറയല്ലേ എന്ന് അഭിമന്യുവും അവിനാശും ആഗ്രഹിച്ചിരുന്നു. നിങ്ങളുടെ പേരെന്താ? അവിനാശ് ആ സ്ത്രീയോട് ചോദിച്ചു. മായ, അവർ ഒരു ധാർഷ്ട്യത്തോടെ പറഞ്ഞു. അവരുടെ ഭാവം കണ്ട് അഭിമന്യുവിന് വിറഞ്ഞു കയറി. അവിനാശ് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അനുവിൻ്റെ നിലവിളി കേട്ട് അവിനാശും അഭിമന്യുവും അവളുടെ അടുത്തേക്കോടി. ഹേട്ടാ, അമ്മ അമ്മ ഒന്ന് വേഗം വാ. വാക്കുകൾ കിട്ടാത്തതുപോലെ അവൾ അവരുടെ കൈ വലിച്ചുകൊണ്ട് അഭിമന്യുവിൻ്റെ മുറിയുടെ നേരെ ഓടി. ലക്ഷ്മി കൈ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് കിടക്കയിൽ കിടന്ന് പിടയുന്നത് കണ്ടുകൊണ്ടാണ് അഭിമന്യുവും അവിനാശും അവിടെ എത്തുന്നത്. അമ്മേ! അഭി, നീ വേഗം വണ്ടി എടുക്ക്, ഞാൻ അമ്മയെ കൊണ്ടുവരാം. അനു, നീയും പോയി കാറിൽ കയറിക്കോ. അഭിമന്യു അമ്മയെ കയ്യിൽ കോരിയെടുത്ത് വേഗം താഴേക്കിറങ്ങി. പുറത്ത് കാറിൻ്റെ ഡോറും തുറന്ന് കരഞ്ഞുകൊണ്ട് അനിഖയുണ്ടായിരുന്നു. അമ്മയെ കാറിൽ കയറിയതിനു ശേഷം അനുവും അമ്മയുടെ അരികിൽ കയറിയിരുന്നു. അഭിമന്യു മുന്നിലും. അവിനാശിൻ്റെ കാർ വേഗത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. ലക്ഷ്മിയെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും ലക്ഷ്മിക്ക് ചുറ്റും കൂടി. അവിനാശും അഭിമന്യുവും അനീഖയും കാഷ്വാലിറ്റിയുടെ വാതിൽക്കൽ നോക്കി നിന്നു. മൂവരുടെയും ഹൃദയമിടിപ്പ് അതിൻ്റെ ഉച്ചസ്ഥാനത്തിലായിരുന്നു. വേഗം ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യ്. ഏതോ ഡോക്ടർ പറയുന്നത് കേട്ടപ്പോൾ തന്നെ അറ്റൻഡർമാർ വേഗം ലക്ഷ്മിയുമായി ICUവിലേക്ക് പോയി. ഒപ്പം കുറേ നഴ്സുമാരും. അഭിമന്യുവും അവിനാശും അനിഖയും മെയിൻ എൻട്രൻസ് വഴി ICUവിനടുത്തേക്ക് വേഗത്തിൽ നടന്നു. അവി, ദാ, നീ എന്താ ഇവിടെ? ധൃതിയിൽ നടന്നു പോകുന്ന അവിനാശിനെ ഒരു ചെറുപ്പക്കാരൻ പിടിച്ചു നിർത്തി. അവിനാശിൻ്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് അയാളുടെ വെള്ളക്കോട്ടിലും കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന സ്റ്റെതസ്കോപ്പിലുമാണ്. മാത്യു, നീ? അവിനാശിൻ്റെ നനഞ്ഞ കണ്ണുകളിൽ പെട്ടെന്ന് സന്തോഷം നിറഞ്ഞു. അവിനാശ് മാത്യുവിനെ ആർദ്രമായി പുലുകി. എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? എന്താടാ, എന്തുപറ്റി? അവിനാശിൻ്റെ ക്ഷീണിച്ച മുഖം കണ്ട് മാത്യുവിന് ചോദിക്കാതിരിക്കാനായില്ല. അമ്മയ്ക്ക് വയ്യടാ, ICUവിലാ, എനിക്കെന്തോ പേടിയാവുന്നു. അവിനാശിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ താഴേക്ക് ഉരുണ്ടു വീണു. അവി, നീ ഇങ്ങനെ കരയാതെ വാ, ഞാൻ നോക്കാം. മാത്യു ICUവിന് നേരെ നടന്നു. ഒപ്പം തന്നെ അവിനാശും. ICUവിന് മുന്നിൽ എത്തിയപ്പോൾ കണ്ടു അക്ഷമയോടെ കാത്തു നിൽക്കുന്ന അഭിമന്യുവിനെയും കസേരയിൽ മരവിച്ചിരിക്കുന്ന അനീഖയെയും. അവി, നീ എവിടെയായിരുന്നു? ഏട്ടാ, ഇത് മാത്യു, എൻ്റെ ഫ്രണ്ടാണ്, ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മാത്യു പുഞ്ചിരിച്ചുകൊണ്ട് അഭിമന്യുവിന് നേരെ വലതുകരം നീട്ടി.
താല്പര്യമില്ലാതിരുന്നിട്ട് പോലും അഭിമന്യുവും തിരികെ കൈകൊടുത്തു. ഞാനൊന്ന് നോക്കിയിട്ട് വരാം, നിങ്ങളിവിടെ ഇരുന്നോളൂ. മാത്യു വേഗം ICUവിലേക്ക് കയറി. നിമിഷനേരം കൊണ്ട് വാതിൽ തുറന്നടഞ്ഞു. മൂവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ടെൻഷൻ നിറഞ്ഞ നിമിഷങ്ങൾ. എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ മൂവരും ഒരേ ഇരിപ്പിരുന്നു. അമ്മയുടെ ഒരു വിളി കേൾക്കാൻ മാത്രം അവർ മൂവരും കൊതിയോടെ കാത്തിരുന്നു. കുറേയേറെ സമയത്തിന് ശേഷം ICUവിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഒരു ഡോക്ടർ ഇറങ്ങി വന്നു. തൊട്ടു പിന്നാലെ മാത്യുവും ഉണ്ടായിരുന്നു. മാത്യുവിനെ കണ്ട അവിനാശും അഭിമന്യുവും അനികയും വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, അമ്മയ്ക്ക് അറ്റാക്കായിരുന്നു. ഹൃദയം താങ്ങാത്ത കാര്യങ്ങൾ കേട്ടത് മൂലമാവാം. ഡോക്ടർ പറഞ്ഞത് കേട്ട് അഭിമന്യുവിൻ്റെയും അവിനാഷിൻ്റെയും ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. റിപ്പോർട്ട്സ് എൻ്റെ ക്യാബിനിൽ നിന്ന് വാങ്ങണം. എനിക്ക് വേറൊരു കേസുണ്ട്, ബാക്കി മാത്യു പറയും. ഡോക്ടർ തിരികെ ICUവിലേക്ക് തന്നെ കയറിപ്പോയി. അമ്മയെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഓപ്പറേഷനൊന്നും വേണ്ട. ഒരിക്കൽ കൂടി ഇതുപോലെ വന്നാൽ ഓപ്പറേഷൻ വേണ്ടിവരും. പക്ഷേ അമ്മയുടെ ആരോഗ്യനില വെച്ച് അത് റിസ്ക്കാണ്, മാത്യു പറഞ്ഞു. ഇപ്പം മെഡിസിൻസ് ഉണ്ട്, അതെല്ലാം കൃത്യസമയത്ത് കഴിപ്പിക്കണം. മറുപടി പറയാൻ പോലും ആവാതെ മൂവരും തളർന്നു പോയിരുന്നു. അനികയുടെ കണ്ണുനീർ അഭിമന്യുവിൻ്റെ ഷർട്ട് നനച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. അമ്മയൊന്ന് കാണാൻ പറ്റുമോ? അഭിമന്യു ICUവിലേക്ക് നോക്കി ചോദിച്ചു. ഇപ്പോൾ ഒബ്സർവേഷനിലാണ്, റൂമിലേക്ക് മാറ്റിയിട്ട് കാണാം, മാത്യു അറിയിച്ചു. അനികയുടെ ഒപ്പം അഭിമന്യു കസേരയിലേക്കിരുന്നു. അവിനാഷ് മാത്യുവിനോട് വീണ്ടും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു.